ആദ്യമായിട്ട് കടന്നു വരുന്നത് മലയാള സിനിമയിലെ സൂപ്പർ ഹാസ്യതാരം, കോഴിക്കോടിൻ്റെ അഭിമാന താരം ശ്രീ മാമു കോയ. ബാലകൃഷ്ണ എടാ നായിൻ്റെ മോനെ, പറ്റില്ല പറ്റില്ല. ബാലകൃഷ്ണ കൊച്ചല്ല മോളെ സായിത, എൻ്റെ നമ്മളേറ്റെന്ന് എൻ്റെ ഉമ്മയുടെ കാര്യോ അത് നമ്മളെ വാപ്പയേറ്റെന്ന്. സായിത യു ബ്ലഡി ബ്യൂട്ടിഫുൾ. അപ്പം നമ്മൾ പോയിട്ട് പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം. അടുത്തായിട്ട് കടന്നു വരുന്നത് തൃപ്പൂണിത്തുറയുടെ അഭിമാനമായ ശ്രീ MS തൃപ്പൂണിത്തുറ. അതെ, എന്താണോ പ്രേമേന്ദ്ര ഈ വേഷത്തിൽ? താവല്ല വിദേശ കുടിയുമായിട്ടോ വെള്ള വാങ്ങി വരേക്കാട് വരുമെന്നാണോ ഞാൻ കരുതിയത്. ഇതിപ്പോൾ ഡ്രൈവറായിട്ട് മാലു താൻ വിചാരിച്ച് ഇയാൾക്ക് ഒരു ജോലി ശരിയാക്കി കൊടുക്കുവാൻ സാധിക്കും? കൊട്ടാരം വീട്ടിലെ ശുദ്ധമ്പുരാട്ടിയുടെ മോന് ഈ ഗതി വന്നില്ലെങ്കിൽ സങ്കടമുണ്ടോ? ഞാൻ പോവാണെന്ന്. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ മലയാള സിനിമയിൽ രാജശേഖരൻ ചിത്രങ്ങളിലൂടെ വളരെയധികം പ്രശസ്തി നേടിയ ശ്രീ KTS പടന്നയിൽ. വന്നാട്ടെ വന്നാട്ടെ. എടാ വീരഭദ്ര, ഗന്ധർവന്മാർ താലം മാറുന്ന സമയത്ത് നിന്നെങ്ങാനും കണ്ടിരുന്നെങ്കിൽ നീ ചോര ശബ്ദിച്ച് മരിച്ചേനെ. എൻ്റെ മകനാണിവൻ, ഇവൻ്റെ മകനാണ് അവൻ്റെ മകനാണ് പ്രേമചന്ദ്രൻ. ഒട്ടനവധി ചിത്രങ്ങളിൽ വില്ലനായി കടന്നു വന്ന് ഇന്ന് നല്ല നല്ല കഥാപാത്രങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ശ്രീ രാജൻ P. ദേവ്. ഗുരുവായൂരപ്പ, ഇടം നാണപ്പ, ഇതുപോലെ എൻ്റെ കോണാരി തിരുമി പുറകെ നടന്ന പലരും ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രിമാരാ, അറിയാമല്ലോ. തുടച്ചോ എടോ, എന്നെയും ദൈ നിൽക്കുന്ന മേനോനെയും കൂടെ പിടിച്ചു നിർത്തി കയ്യാൻ വെച്ച് ചോദ്യം ചെയ്യാൻ പറഞ്ഞില്ലല്ലോ തന്നെ കമ്മീഷണർ. പറഞ്ഞോളൂ എടോ, കളിക്കുമ്പോഴേ ആളെന്തരം കൂടെ നോക്കണം. എടാ മകനെ മരുമകനെ ആവാളോ. മലയാള സിനിമയിലെ വില്ലന്റെ വില്ലനായിരുന്ന ശ്രീ KP ഉമ്മർ. മഹേശ്വരി, നിന്റെ ഈ വികാരഭരിതമായ മുഖം കാണുമ്പോൾ ഞാനാകെ കോരിത്തെറിച്ചു പോവുകയാണ്. സംവത്സരങ്ങൾ താണ്ടിയാണ് ഞാനിവിടെ വന്നത്, നിന്നെ ഒന്ന് കാണുവാൻ വേണ്ടി മാത്രം. ഓർമ്മയിരിക്കട്ടെ. ശ്രീ മാള അരവിന്ദൻ. അയ്യോ 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 മറിയം റഷീദേ, വല്ലാതെ കളിക്കല്ലേ. വല്ലാതെ കളിച്ചാൽ നിന്നെ ഞാൻ കൂടോത്രം ചെയ്യും. അതെ, ഒമ്പം കുമ്പതാന്തി സംഭവാമി ഗുഹേ ഗുഹേ. യു ബ്ലഡി പ്ലാസ്റ്റിക് ബട്ടൺസ്. This is a transport corporation. I can understand. This bullet palace ചാലക്കുടി സ്റ്റാൻഡ്. മനസ്സിലായോ? സുരേഷ് ഗോപി. പണ്ട് കഴുത്തെ മിന്നുകെട്ടാൻ വാക്കുറപ്പിച്ചവൻ പെൺപണത്തിന്റെ കണക്ക് പറഞ്ഞ് വാക്ക് തിരിച്ച് നാട് വിട്ടപ്പോ 4 മാസം ഗർഭം വയറ്റിലിട്ടുകൊണ്ട് തലവഴി മണ്ണൊഴിച്ച് ചത്ത ഒരു തങ്കച്ചി നിങ്ങൾക്കുണ്ടായിരുന്നു. സ്മരണയുണ്ടോ തേവർക്ക്? തങ്കച്ചിയുടെ ഉയരും മാനവും കെടുത്ത് ഊരി വിട്ടു പോയവനെ പുറകെ ചെന്ന് തേടി പിടിച്ച് വേലം താവളത്തിലിട്ട് കുത്തി മലത്തിയിട്ട് അന്നത്തെ ആണ്ടിപ്പെട്ടിക്കാരൻ വെറും പീരമാണ്ടി ഹൈറേഞ്ചിലോട്ട് കാട് കയറിയപ്പോ അന്ന് അയാളെ കൊലക്കാരനെ വിട്ടുകൊടുക്കാൻ രക്ഷിച്ച് പിടിച്ചത് കാട്ടിലൊരു പഴയ വാറ്റുകാരനാ, കള്ളവാറ്റുകാരൻ. വല്ല സ്മരണയുണ്ടോ തേവരെ? മലമ്പിന് പിടിച്ച് നിങ്ങളെ തോളച്ചു വന്ന് 10-20 ദിവസം കാട്ടിലൂടെ അലഞ്ഞതിന്റെ കഥകൾ കുഞ്ഞുനാൾ എൻ്റെ അപ്പച്ചൻ്റെ മടിയിൽ കിടന്ന് കേൾക്കുമ്പോ ഈ ചാക്കോച്ചിയുടെ കണ്ണു നിറഞ്ഞൊഴുകിയിട്ടുണ്ട് തേവരെ. സ്മരണ വേണം, സ്മരണ. ആനക്കാട്ടിൽ ഈപ്പച്ചന്റെ ചോര കൊണ്ട് കളിച്ചത് ഈ കൂട്ടത്തിൽ ഏതും മോനാണെങ്കിലും അവൻ്റെയൊക്കെ വിധി എഴുന്നത് ഈ ചാക്കോച്ചി നേരിട്ടായിരിക്കും. കിട്ടണം കള്ള കടയാടി മോനെ. And this is just an intervention.
ശ്രീ പ്രേം കുമാർ. അമ്മാവ, വല്യമ്മാവ, ക്രൗഞ്ചപ്പക്ഷികളെ അമ്പെയ്ത് വീഴ്ത്തുന്ന കട്ടളനല്ല ഈ കാക്കിക്കുള്ളിൽ, കരിങ്കല്ലല്ല. ഒരു കലാഹൃദയമുണ്ട്, പ്രേമിക്കാൻ തുടിക്കുന്ന ഒരു മനസ്സുണ്ട്. ലാത്തിയിൽ നോക്കിയാലും തോക്കിന്റെ പാത്തിയിൽ നോക്കിയാലും ഒരു മുഖം മാത്രം. അതാണ് ഉർമീസ്, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ. എന്താണെന്നല്ലേ? ഓത്തിളങ്ങിയ അമ്മാവ, വല്യമ്മാവ. ശ്രീ കമല ഹാസൻ. Indian. Yes, I am சேனாபதி. நீங்கள் செய்தது சாதாரண குற்றமல்லை, தேச துரோகம். இந்தியன் கடமை செய்யறதுக்கு லஞ்சம், ரேஷன் கார்டுக்கு லஞ்சம், ரயில்வே டிக்கெட்டுக்கு லஞ்சம், பொண்ணுங்களை ஸ்கூலில் சேர்க்கிறதுக்கு லஞ்சம், அறுப்புலேருந்து இருப்பு வரைக்கும் பிரசவ ஆஸ்பத்திரிக்கு சுடுகாடு வரைக்கும் லஞ்சம் லஞ்சம் லஞ்சம். லஞ்சம் வாங்கிறது தப்பு, கொடுக்கிறது தப்பு. இந்த லஞ்சம் ஒழியணும், அது வரைக்கும் போராட்டம் தொடரும். வந்தே மாதரம். ஜெய் ஹிந்த்.